ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പൂർണിമ ആകെ ദേഷ്യം വന്ന് ഭ്രാന്ത് പിടിച്ച് മുടിയൊക്കെ അങ്ങ് അഴിച്ചിട്ട് അങ്ങോട്ട് പ്രേതത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. അതേസമയം നമ്മുടെ ശ്രീഹരി ആണെങ്കിൽ ആകെ വിഷമിച്ച് മുറ്റത്തിരിക്കുമ്പോഴേക്കും നമ്മുടെ സേതു സമാധാനിപ്പിക്കുന്നുണ്ട്. എടാ, എൻ്റെ അനിയത്തിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പയ്യനെ തന്നെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അവളുടെ ചേട്ടൻ്റെ സ്ഥിതിക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിതിനെയൊക്കെ നന്ദി പറയേണ്ടത് പല്ലവി ആ ദിവസം എന്നോട് ഇതൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. പല്ലവി ചേച്ചി എന്തു പറഞ്ഞു എന്നാണ് പറയണത്? നീയും അതുപോലെ തന്നെ കുടിച്ചു വന്ന സമയത്ത് എല്ലാം തുറന്നു പറഞ്ഞു. പല്ലവി എന്നോട് പറഞ്ഞു, ഞാൻ പല്ലവിച്ചെടുത്ത് എല്ലാം തുറന്നു പറഞ്ഞു. അതെ, നിനക്ക് ബോധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നീ അങ്ങനെയല്ലോ കുടിച്ചാൽ നിനക്ക് ബോധം ഉണ്ടാവാറില്ലല്ലോ. നീ കുടിച്ചിട്ട് പല്ലവി എടുത്ത് സത്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനെ നിനക്ക് ഇഷ്ടമാണെന്നും അച്ഛൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു. എൻ്റെ അനിയത്തിയാണ് എന്നെ ചതിക്കണം വെച്ചിട്ടല്ലേ നീ ആ സ്നേഹം മനസ്സിലൊളിപ്പിച്ചത്. എടാ, സ്നേഹം മനസ്സിലൊളിപ്പിക്കേണ്ടല്ല, എന്നോട് തുറന്നു പറഞ്ഞെങ്കിൽ ഇതൊക്കെ ഞാൻ നേരത്തെ നടത്തി തരില്ലായിരുന്നടാ. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് നിന്നെ. എൻ്റെ സ്വന്തം അനിയനല്ലടാ നീ, ഇപ്പോഴേ സ്വന്തം അനിയൻ തന്നെയായി എന്ന് പറയണം. ഇനി നീ എന്നെ ചേട്ടാന്ന് വേണം, ചേട്ടൻ ധൈര്യമായിട്ട് വിളിക്കാതെ നിൻ്റെ സ്വന്തം ചേട്ടനായിട്ട് ഞാനെന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകണം. നിന്നെ അവന്തിക്ക് കാത്തിരിക്കുന്നുണ്ട് റൂമിൽ. അയ്യോ അത് വേണ്ട, ഞാൻ ഇവിടെ എങ്ങാനും കിടന്നോളാം. അയ്യേ, അതെങ്ങനെ ശരിയും? അതൊന്നും ശരിയാവില്ല. അതേ നോക്ക്, നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റോ സേതുവേട്ടൻ എന്തൊക്കെയാണ് പറയണത്? അതൊക്കെ എല്ലാവരും സമ്മതിച്ച് കല്യാണം നടക്കുമ്പോഴാണ് ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊന്നും. ഇതൊന്നും ശരിയാവില്ല സേതുവേട്ട, ഞാൻ ഇവിടെ എങ്ങാനും കിടന്നോളാം. അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഇവിടെ കിടന്നിരുന്ന റൂമില്ലേ അവിടെ കിടന്നോളാം. എടാ, നീ വെറുതെ കളിക്കല്ലേ കേട്ടോ. ഞാൻ പല്ലവിനെ കൂടെ വിടണോ? അവന്തിക്ക് നല്ല റെഡിയായിട്ട് സുന്ദരിയായിട്ട് റൂമിലേക്ക് വരാൻ കാത്തിരിക്കുക. നീ വരയ്ക്ക് റൂമിലേക്ക് പോയിക്കേ എന്ന് പറയാണ്. അത് വേണോ സേതുവേട്ട, അത് വേണം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പല്ലവി സേതുവിനെ വിളിക്കേണ്ട. സേതുവേട്ട ഒന്നും കൂടി വന്നേ, ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് പല്ലവിയുടെ കൂടെ സേതു പോവാണ്. അതിനുശേഷം പല്ലവി ആ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ റൂം എന്ന് പറയുമ്പോഴേക്കും സേതു ഞെട്ടിപ്പോവാട്ടോ. അവിടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി അലങ്കരിച്ചിരിക്കുകയാണ് നമ്മുടെ പല്ലവി. മുല്ലപ്പൂവും ആപ്പിളും സ്വീറ്റ്സും എല്ലാം തന്നെയുണ്ട്. ഇത് കൊള്ളാലോടോ. അതെ, അവരുടെ പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കണമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒന്നിനും ഒരു കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടുത്തെ ആരും ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു. കൊള്ളാടോ, സൂപ്പറായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് അങ്ങോട്ട് വരുവായിട്ട് പൂർണ്ണിമ. എന്താ ഇവിടെ, ഇതെന്താ ഫസ്റ്റ് നൈറ്റ് ആഘോഷം? ഇതൊന്നും ഒരിക്കലും ഞാനിവിടെ നടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാം വലിച്ച് കീറി, പുതപ്പൊക്കെ വലിച്ച് കീറി, പൂക്കളൊക്കെ പിച്ച് ചേന്തി മാന്തി വെച്ചേക്കാണ്. അതിനുശേഷം നമ്മുടെ സേതു ആകെ തകർന്നു പോകുവാണ്. പല്ലവി പറഞ്ഞിട്ട്, സാരില്ല സേതു ഏട്ടാ, അമ്മ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ മനസ്സിലാക്കും, സാരില്ലെന്ന് പറയണേ, ഇതൊന്ന് ക്ലീൻ ആക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല്ലവി വളരെ വിഷമത്തോടു കൂടി തന്നെ അതൊക്കെ ക്ലീൻ ആക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹരി റൂമിലേക്ക് വരുന്നുണ്ട്. ഹരി വരുമ്പോഴേക്കും നമ്മുടെ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് അവന്തിക വരുവാണ്. അവന്തിക ആ പാൽ ഗ്ലാസ് നമ്മുടെ ഹരിക്ക് കൊടുക്കുമ്പോഴേക്കും, എനിക്ക് വേണ്ട, നീ കുടിച്ചോ. അയ്യോ, ഇത് ഹരിയേട്ടൻ കുടിക്കണം, അതിനുശേഷം ഞാൻ കുടിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊന്നും വേണ്ട, നീ കുടിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് തന്നാൽ മതി. ഹരിയേട്ടൻ എന്താ ഇങ്ങനെ, ഹരിയേട്ടൻ കുടിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ ഹരി കുറച്ച് പാൽ കുടിക്കുകയാണ്. അതിനുശേഷം അവന്തിക ബാക്കി കുടിക്കുന്നുണ്ട്. എന്താ ഹരിയേട്ടൻ ഒന്നും പറയാത്തത്? ഹരിയേട്ടൻ എന്താ പേടിയാണ് ഇപ്പോഴും? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ എൻ്റെ മുഖത്ത് പോലും നോക്കാത്തത്? ഒളിച്ചു മറിഞ്ഞൊക്കെ എൻ്റെ സിന്ദൂരവും താലിയൊക്കെ നോക്കിയത് ഞാൻ കണ്ടു കേട്ടോ എന്ന് പറയാണ്. ഹരിയാകെ ചമ്മിപ്പോവാട്ടോ. കറി വെച്ചിട്ട് വന്ന സമയത്ത് എൻ്റെ സിന്ദൂരം നോക്കിക്കൊണ്ട് കുറേ നേരം ചിരിച്ചുകൊണ്ടിരിക്കണതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയാണ്. അത് പിന്നെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത്, ഞാൻ ഹരിയേട്ടൻ്റെ ഭാര്യയായിരുന്നു? അതെ അതെ, സത്യം പറഞ്ഞാൽ നമ്മൾ നന്ദി പറയേണ്ടത് സേതുവായിട്ടുണ്ട് പല്ലവി ചേച്ചിയെടുത്താണ്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ജീവിതം കിട്ടില്ല എന്ന്. ഇഷ്ടപ്പെടാത്ത അയാളുടെ കൂടെ ജീവിച്ച് നരകിക്കേണ്ടി വരുമായിരുന്നു. വേറൊരു പല്ലവി ആയി പോയാനേ ഞാൻ ഇപ്പോൾ എന്ന് പറയാണ്. സാരില്ല, എന്തായാലും ഇങ്ങനെയൊക്കെ നടന്നല്ലോ, എൻ്റെ കൂടെ ദൈവമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഹരിയേട്ടനെ കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ ഹരിയേട്ടാ, എൻ്റെ മനസ്സിലൊരു പുരുഷനുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരാളെ വേണം ഭർത്താവായിട്ട് കിട്ടാൻ ഞാൻ മനസ്സിലിങ്ങനെ ആലോചിക്കാറുണ്ട്. അങ്ങനത്തെ ഒരാളെ ഹരിയേട്ടൻ എന്നൊക്കെ പറയണം. അല്ല, ഹരിയേട്ടന് ക്ഷീണം കാണുമല്ലേ? അതെ, ഞാനെന്നാൽ കിടക്കട്ടെ എന്ന് പറയാണ്. ഞാനെന്നാൽ ലൈറ്റ് ഓഫ് ചെയ്യാം എന്ന് അവന്തിക പറയുമ്പോൾ, ലൈറ്റൊന്നും ഓഫ് ചെയ്യണ്ട, ലൈറ്റ് ഇരുന്നോട്ടെ. ലൈറ്റ് ഇരുന്നോട്ടെ എന്നാ ഹരിയേട്ടൻ എന്തൊക്കെയാണ് പറയണത്? ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്, അതിനെന്താ ലൈറ്റ് ഇരുന്നോട്ടെ, ഞാൻ വേണമെങ്കിൽ നിലത്ത് കിടന്നോളാം. ഹരിയേട്ട വെറുതെ പഴയ സിനിമയിലും സീരിയലിലും കാണുന്ന പോലെ കളിക്കല്ലേ, മര്യാദക്ക് കട്ടിലെ മോളിൽ കയറി കിടക്ക് എന്ന് പറയാണ്. അങ്ങനെ ഹരി അവിടെ കിടക്കുന്ന സമയത്ത് നമ്മുടെ അവന്തിക ലൈറ്റ് ഓഫ് ആട്ടോ. എന്നിട്ട് നമ്മുടെ ഹരിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഹരിക്ക് അങ്ങ് വല്ലാത്ത പോലെ തോന്നും കേട്ടോ. എന്തായാലും അവരവരുടെ ജീവിതം തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. പൂർണ്ണിമക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അപ്പം നമ്മുടെ ഋതുവാണെങ്കിൽ പറയുന്നുണ്ട് അവനെ കൊണ്ട് ഡിവേഴ്സ് ചെയ്യിപ്പിക്കണം. പക്ഷെ അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധമൊന്നും വേണ്ട കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നാളെ അവൾ ഗർഭിണി ആയിക്കാൻ ഡിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, അവളെ വേറെ കെട്ടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണിമയുടെ മനസ്സിൽ വീണ്ടും ഇഞ്ചക്ട് ചെയ്യാട്ടോ വിഷം. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ്, അതുകൊണ്ടാണ് പ്രൊമോ റിവ്യൂ പറഞ്ഞത്. ഈ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.